സിക്കിമിലെ നാദുല പാസിലാണ് ഇന്ത്യ ചൈന ബോർഡറിൽ ഇതിൽ ബുദ്ധ സ്റ്റാച്ചു കണ്ടുകൊണ്ട് പോകുന്നത്. നമ്മൾ ഗാങ്ടോക്കിലേക്കുള്ള വഴിയിലാണ്. നമ്മളെ ട്രഡീഷണൽ സിക്കിം ഡ്രസ്സിൽ എടുക്കുന്ന ഫുള്ള് സെറ്റപ്പ് ഡ്രസ്സാണ്. കച്ചോപെരി ലേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഓവർവ്യൂ ആണിത്. അപ്പോൾ നമ്മൾ റിംബി ഫാൾസിലാണ്. പെല്ലിങ്ങിൽ ആദ്യത്തെ ദിവസം റിംബി ഫാൾസ് എന്നാണ് തുടങ്ങുന്നത്. വെസ്റ്റ് സിക്കിം, ഈസ്റ്റ് സിക്കിം, സൗത്ത് സിക്കിം നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യും. നോർത്ത് സിക്കിം അടുത്ത എപ്പിസോഡിൽ. അങ്ങനെ ഈ 2 എപ്പിസോഡുകളായിട്ട് കംപ്ലീറ്റ് സിക്കിമിൻ്റെ ഒരു ഐറ്റ്നറി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രാവശ്യത്തെ സിക്കിം യാത്ര നമ്മൾ ചെന്നൈ മെട്രോ എന്നാണ് തുടങ്ങുന്നത്. ചെന്നൈ ലോഞ്ചിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി ഇനി ബാഗ്ഡോഗറയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ബാഗ്ഡോഗറ എയർപോർട്ടിൽ നിന്ന് പെല്ലിങ്ങിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് റിവർ ടീസ്റ്റ, ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിവറാണ്. ഞങ്ങൾ പെല്ലിങ്ങിലേക്ക് പോവാണ്. വെസ്റ്റ് സിക്കിമാണ് ആദ്യം കവർ ചെയ്യുന്നത് സിക്കിം യാത്രയിൽ. ബാഗ്ഡോഗറയിൽ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പം പെല്ലിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളറ് കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിന്, അതുകൊണ്ട് ബ്ലൂ കളറാണ് സാധാരണ ഉണ്ടാവാറ് ഇവിടെ. പക്ഷെ ഇപ്പോൾ അത് കലങ്ങിയിട്ടുണ്ട് കുറേ. നമ്മൾ മെല്ലിയിലെത്തി. മെല്ലിയിൽ വെസ്റ്റ് ബംഗാൾ മെല്ലിയുണ്ട്, സിക്കിം മെല്ലിയുണ്ട്. അപ്പോൾ ടീസ്റ്റൻ്റെ റൈറ്റ് സൈഡിലുള്ളത് സിക്കിം മെല്ലി, ലെഫ്റ്റ് സൈഡിലുള്ളത് വെസ്റ്റ് ബംഗാൾ മെല്ലി. അപ്പോൾ വെൽക്കം ടു സിക്കിം എന്നുള്ള ബോർഡല്ലാണ്ട് ഇവിടെ കലിംപോങ് എന്നൊരു ടൗണാണ്. നോർത്ത് ഈസ്റ്റിൽ വന്നാൽ പിന്നെ നമുക്ക് മോമോസാണല്ലോ മെയിൻ. ചിക്കൻ മോമോ ഉണ്ട്, വെജ് മോമോ ഉണ്ട്. പെല്ലിങ്ങിൽ ഞങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇത് റോഡോഡോൺട്രോൺ പൂത്ത് നിൽക്കുന്ന കാഴ്ച സൂപ്പർ. ആ ഫീൽ വരട്ടെ. റിംബി വില്ലേജിലാണ്. റിംബി ഓറഞ്ച് ഗാർഡനും അതോടെ ഒരു റിവർ എക്സ്പ്ലോറേഷനും ഉണ്ട്. ഓറഞ്ച് സീസൺ അല്ലാത്തതുകൊണ്ട് ഓറഞ്ച് ഇല്ല. പഴം വേറൊരു സ്റ്റൈലിലാണ്. റിംബി ഗാർഡൻ. ഇത് പല ഫ്ലേവർ വൈനുകളാണ്. ഓറഞ്ചാണ്. റിംബി ഓറഞ്ച് ഗാർഡനിൽ പുഴയിൽ നിന്നുള്ള ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ റിംബി ഫാൾസിലാണ്. പെല്ലിങ്ങിൽ ആദ്യത്തെ ദിവസം റിംബി ഫാൾസ് എന്നാണ് തുടങ്ങുന്നത്. റിംബി ഫാൾസ് കഴിഞ്ഞ് റിംബി ഓറഞ്ച് ഗാർഡനിൽ വന്നു. ഓറഞ്ചില്ല, പക്ഷെ ഇപ്പുറത്തൊരു പുഴ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് ഗ്രൂപ്പ് എടുക്കുകയാണ്. നമ്മൾ ബാംബൂ ഷൂട്ട് കൊണ്ട് പലതും കണ്ടിട്ടുണ്ട്. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നാളെ നാഗാലാൻഡ് വീഡിയോയിൽ നമ്മൾ കണ്ടു ബാംബൂ ഷൂട്ട് കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി. ഇത് ബാംബൂ ഷൂട്ടിലുള്ള അച്ചാറാണ്. കബീർ പ്രശസ്ത ഫുഡ് ബ്ലോഗർ കബീർ ചനോടൊപ്പം ടീം സഫാരിയുടെ ഒരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ എല്ലാവരും തമ്മിലൊന്ന് പരിചയപ്പെടൽ സെക്ഷനാണ്. 35 ആളുകളുണ്ടായിരുന്നു. ലേക്ക് കെച്ചുപെരി ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ബുദ്ധിസ്റ്റിൻ്റെ ആണ് മെയിനായിട്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥന സഫലമാവുമെന്നാണ് വെപ്പ്. ഇതേ പ്രയർ വീൽ, വലിയൊരു പ്രയർ വീലുണ്ട് അവിടെ. ഉള്ളിൽ കയറുന്നില്ല. മൊണാസ്ട്രികൾ ഒരുപാടുണ്ട് സിക്കിമിൽ. പെല്ലിങ്ങിൽ തന്നെ പേമയങ്സെ മൊണാസ്ട്രി ഉണ്ട്. അവിടെ നമ്മൾ കയറിയില്ല. ആത്മസംഭവം ബുദ്ധനല്ല. അവിടെ ഗുരു റിംബോച്ചിൻ്റെ കേവ് ഉണ്ട്. 15 മിനിറ്റ് വാക്ക്. ഇവിടുന്ന് ഒരു കേവ് ഉണ്ട്, അങ്ങോട്ടുള്ള യാത്രയുണ്ട്. അങ്ങനെ റിംബോച്ചി കേവിൽ ആദ്യമായി പോയി കാലുകുത്തിയ വനിതകളാണ് ഇവർ. 3 പേരാണെന്നാണ് ഇവർ പറയുന്നത്. വളരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയ രേണുവിനെയും മറ്റ് ഷാനിയാസിനെ ഉൾപ്പെടെയുള്ള ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള നസീം ഉൾപ്പെടെയുള്ള എല്ലാ രഹന ഉൾപ്പെടെയുള്ള ഫുൾ ടീമാണ്. അതാണ് കാണുന്നത് കച്ചേപെരി ലേക്ക്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച എല്ലാം സഫലമാവും. കച്ചേപെരി ലേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ഓവർവ്യൂ ആണിത്. ഇവിടെ ഒരു കേവ് ഉണ്ട്, റിംബോച്ചെ കേവ് എന്നാണ് പറയുന്നത്. കേവ് വളരെ ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ചായ കുടിക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്ന ഒരു ഫ്ലവറാണിത്, റോഡോഡെൻഡ്രോൺ. അവിടെ പറിച്ചു വെച്ചേക്കണം. മഷ്റൂമിന് 10 രൂപ ഉണ്ട്, പക്ഷേ നമ്മൾ ടിക്കറ്റ് ഒന്നുമില്ല. നമ്മളിവിടെ ഇടുക, എത്രയാണ് ഉപയോഗിച്ചാൽ അത്ര എടുത്ത് പോരാ. അതെനിക്ക് ഇഷ്ടമായി അല്ലേ? അത് അടിപൊളിയല്ലേ? അതെ, ഇത്ര ഹൈറ്റിൽ എത്ര ദൂരം ഇങ്ങോട്ട് നടന്നു വരണമെന്ന് അറിയാം. അത് ട്രക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ ആകുമ്പോൾ എന്തായാലും നമുക്ക് വാഷ്റൂം ഉപയോഗിക്കേണ്ടി വരും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലല്ല, ഇതാണ് കേവ്. അങ്ങോട്ടുണ്ടല്ലേ ഗുരു റിംബോച്ച കേവ്. നമ്മൾ കേബിൾ കാറിൽ കയറി സ്കൈ വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 300 രൂപ പെർ ഹെഡ് ചാർജ്.
വീഡിയോന്റെ ഇടയിൽ ഞാൻ സ്റ്റില്ലെടുക്കും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇല്ലെങ്കിലെ സ്കൈ വാക്കാണ്, ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പുറത്തൊരു മൊണാസ്ട്രി ഉണ്ട്. ഓളേ ദൂരെ നിന്ന് കണ്ടപ്പോൾ വളരെ ചെറുതായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സൈസാണ്. പെല്ലിങ്ങിലെ പ്രധാനപ്പെട്ട സൈറ്റ് സീയിങ്സ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെല്ലിങ്ങിലെ നമ്മളെ റൂമിൽ നിന്നുള്ള പ്രഭാത ദൃശ്യം നോക്കി, നല്ല വിസിബിലിറ്റി ഉണ്ട്, അടിപൊളി. കാഞ്ചൻജംഗ പർവ്വതം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി, ലോകത്തിലെ ഉയരത്തിൽ 3ാമത്തെ നിൽക്കുന്ന കൊടുമുടിയാണ്. ഓരോ ദിവസവും മോർണിംഗിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പെല്ലിങ്ങിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാർധാം ടെമ്പിൾ കവർ ചെയ്യണം, പിന്നെ പോണ വഴിയിൽ റാവങ്കല മൊണാസ്ട്രിയും കവർ ചെയ്യണം. നല്ല മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള ലക്ഷിപ് ടണൽ. ലേറ്റ് ആവുന്നു, 1-2 സ്പോട്ടുകൾ കാണണ്ടല്ലേ, പെട്ടെന്ന് നോക്കാം. ഇതാണ് ചാർധാം ടെമ്പിളിൻ്റെ ടിക്കറ്റ്. സിദ്ധേശ്വര ചാർധാമിൻ്റെ മുന്നിലാണ്. ഓക്കെ, ഡ്രസ്സ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്ന ഇസു ആണ് നമ്മളീ കാണുന്നത്. എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി. നമ്മളെ ട്രഡീഷണൽ സിക്കിം ഡ്രസ്സിൽ എടുക്കുന്ന ഫുള്ള് സെറ്റപ്പ് ഡ്രസ്സാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഐസ് മഴ, ആലിപ്പഴം എന്ന് കേട്ടിട്ടില്ലേ, അവിടെ മഴ പെയ്തു. ഐസ് മഴ എന്ന് കേട്ടോ, ആലിപ്പഴം. ആയിക്കോട്ടെ, ഇത് അതിമലൊക്കെ വണ്ടിമലൊക്കെ ഐസ് ഉണ്ട്. ഇത് റാവങ്കല ബുദ്ധ പാർക്കിലാണ് നമ്മളിപ്പോൾ. ഇതാണ് റാവങ്കല ബുദ്ധ പാർക്ക്. ജിതാലി ഓർഡർ ചെയ്തു റാവങ്കലേൻ്റെ അടുത്ത്. നിങ്ക്രോ എന്ന് അതിൻ്റെ പേര്. നിങ്ക്രോ എന്ന് പറഞ്ഞൊരു ഫേണാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. റാവങ്കലയിൽ ടിക്കറ്റ് എടുത്തു 80 രൂപ. അടിപൊളി. ഭംഗി പോകുന്നുണ്ട്. ഭംഗിയിലാണെങ്കിൽ അത് 6 പേർക്ക് 300 രൂപ വെച്ചാൽ അവിടെ വരെ പോകും, ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വരെ പോകും. നമ്മൾ റാവങ്കല ബുദ്ധ പാർക്കിലാണ്. റാവങ്കല എന്ന് പറഞ്ഞാൽ ഈ വില്ലേജിൻ്റെ പേരാണ്. ആക്ച്വലി ഇതിൻ്റെ ശരിയായ പേര് തഥാഘട്ട എന്നാണ്. തഥാഘട്ട ബുദ്ധ സ്റ്റാച്ചു കണ്ടുകൊണ്ട് പോകുന്നത്. നമ്മൾ ഗാങ്ടോക്കിലേക്കുള്ള വഴിയിലാണ്. വെസ്റ്റ് സിക്കിമിൽ നിന്ന് പെല്ലിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് രാവിലെ യാത്ര. ഇതുണ്ടോ, ആലിപ്പഴം മുഴുവൻ ഇവിടെ വീണിട്ടുണ്ട്. ഐസ് എന്ന് പറയാം. അയ്യോ, തണുപ്പാണ് ഭയങ്കര, ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഐസ് തട്ടി തെറിപ്പിക്കുക, അതല്ലേ രസം. റെഡി, ഞാൻ എടുത്തോളാം. ഹെയിൽ സ്റ്റോം, അതായത് ആലിപ്പഴം ഗ്ലാസ്സിലടിക്കുന്ന സൗണ്ടാണ്. സിക്കിമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മുഴുവൻ മലകളാണ്. ഒരു മലയിൽ നിന്ന് ഒരു മലയിലേക്കാണ്, മിക്കവാറും തുരങ്കപാതകളാണ്. കുഴലേറുന്ന സാധനമാണ് ചോറ് കൂടുന്നത്. സിക്കിമിൻ്റെ ക്യാപിറ്റൽ ഗാങ്ടോക്കിലെ MG മാർഗിലാണ്. 5 മണിക്ക് തന്നെ ഇത് നല്ല ലൈറ്റായി. ഇവിടെ ജമാഅത്തൊക്കെ കഴിഞ്ഞ് സുബീസ്കാരൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. MG മാർഗിൽ ഇങ്ങനെ ഒരു പള്ളിയുള്ള കാര്യം ഇവിടെ ഈ സൺഡേ വർക്കേഴ്സ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. 5:15 സമയം. 5:15 സമയത്തേക്ക് ഒരാൾ ട്യൂഷന് പോവാണ്, ഒരു സ്റ്റുഡൻറ്റ്. ഇവിടെ 8 മണിക്ക് സ്കൂൾ ഉറങ്ങും. MG മാർഗിൻ്റെ ഓരോ കാഴ്ചകൾ. നോർത്ത് ഈസ്റ്റ് സമയത്താണ് ഏറ്റവും കൂടുതൽ. നോർത്ത് ഈസ്റ്റിലാണ് ഈ സൺ ആദ്യം തന്നെ ഉദിക്കുന്നത്. ഞങ്ങളുടെ ടീം ഇവിടെ രാവിലെ തന്നെ എക്സസൈസൊക്കെ ചെയ്യാണ്. ഇത്രയും ആൾ കഴിഞ്ഞ് MG മാർഗ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ സമയം 5:20. ഇവിടെ ഭയങ്കര ക്രൗഡഡാണ് സാധാരണ വരുമ്പോൾ കാണാറ്. വൈകുന്നേരങ്ങളിലും രാത്രികളൊക്കെയാണ് ഇവിടെ എൻജോയ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതാ പതിവ് പോലെ മഹാത്മാഗാന്ധിൻ്റെ സ്റ്റാച്ചു. എന്തൊക്കെ ഫ്ലവേഴ്സ്. ഇതിലൂടെ വണ്ടികൾ അലൗഡല്ല, അതുകൊണ്ട് തന്നെ ട്രാഫിക് ഉണ്ടാവില്ല. ആളുകൾ എണ്ണം കൂടുതലായിരിക്കും നടക്കുന്നത്. എല്ലാത്തരം ഷോപ്പുകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ഷോപ്പുകളാണ്. പർച്ചേസിങ്ങിനൊക്കെ എന്തും കിട്ടും, എല്ലാ സാധനങ്ങളും. ഇവിടെ അത് ശരി, ഇത് ലാൽ ബസാർ എത്തി. ഇവിടെയാണ് മെയിനായിട്ട് പർച്ചേസിങ് നടക്കുന്നത്. ഗാങ്ടോക്കിൽ നിന്ന് സിലിഗുരിയിലേക്ക് ബസ് ഉണ്ട്, പക്ഷേ വളരെ റെയറായിട്ട് വളരെ കുറഞ്ഞ സർവീസേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇവിടുത്തെ റോഡുകൾ അങ്ങനെയാണ്,
ഒക്കെ വീതി കുറഞ്ഞ റോഡുകളാണ്. സൈറ്റ് സീയിങ്ങിന് ബസ് പറ്റുകയില്ല, അപ്പോൾ എല്ലാവരും SUV-കളാണ് എടുക്കുക. നാദുല പാസിലേക്കുള്ള എൻട്രി പാസ്സാണ്. സിൽക്ക് റൂട്ട് തന്നെയാണ്, അതെ. അപ്പോൾ അതിൻ്റെ ചാങ്കു ലേക്കിൻ്റെ പടമുള്ള ഒരു എൻട്രി പാസ്സാണിത്. നാദുല പാസിലേക്കുള്ള പെർമിറ്റൊക്കെ കിട്ടി. നാദുല പാസും ചാങ്കുലേക്കും ഹർഭജൻ സിംഗ് മന്ദിറുമാണ് ഈ റൂട്ടിൽ കാണാനുള്ള കാഴ്ചകൾ. പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആദ്യത്തെ വ്യൂ പോയിന്റ് കാഞ്ചൻജംഗ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ നിർത്തിയില്ല, കാരണം നല്ല ഫോഗായിരുന്നു. കോടമുടി കാരണം ഒന്നും കാണാൻ പറ്റില്ല. വിജയ് എന്ന ഡ്രൈവറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് വിജയ്. സരാബ്, നമ്മളെ 2 വൈഫുമാരുണ്ട് ഇവിടെ വെച്ചിട്ട്. കമ്പൂട്ടുകളൊക്കെ സ്നോഫോൾ ഉണ്ടെന്ന് പറയുന്നത് മുകളിൽ. ഹൈറ്റ് കൂടി വരും തോറും ചെറിയ രീതിയിൽ സ്നോ തുടങ്ങി. ഇതാണ് ചാങ്കു ലേക്ക്. ഇത് മിക്കവാറും ഫ്രോസൺ ആയിരിക്കും ഈ ലേക്ക് വിന്ററിലെ. നാദുല ജാക്ക. ഹൈറ്റ് കൂടിക്കൂടി വരുന്നതോറും സ്നോവും കൂടിക്കൂടി വരുന്നുണ്ട്. 14,000 അടി ഉയരത്തിലാണ് നാദുല പാസ്. ചെറിയ രീതിയിൽ ഓക്സിജൻ്റെ കുറവ് അനുഭവപ്പെടുന്ന ഏരിയയാണ്. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓക്സിജൻ സിലിണ്ടറുകൾ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ ആമസോണിലായിരിക്കാനുള്ള കോക്ക എന്ന് പറഞ്ഞ ഹോമിയോപതിക് മെഡിസിൻ എടുത്തിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ ക്യാംഫർ മണപ്പിക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട് അതിന്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ പരിശീലിക്കുകയും ചെയ്ത വഴി നമുക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഹൈറ്റിലുള്ള ചെറിയ തലവേദനയൊക്കെ ഉണ്ടാവും. മാഷൊക്കെ ഇവിടെ ഇരുന്ന് പൊളിക്കാണ്. സ്നോയിലിരുന്നിട്ട് ഇങ്ങനെ. സിക്കിമിലെ നാദുല പാസിലാണ്, ഇന്ത്യ ചൈന ബോർഡറിൽ. നാസർ മാഷും റുബൈസ് ഭായി ഒക്കെ എന്താ ഐസ് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു അയ്യോ സൂപ്പർ ചാടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മാത്രം. എങ്ങനെ ചാടാൻ പാടില്ല, കൂടുതൽ സ്പീഡിൽ നടക്കാൻ മതി. കൈയോട് പതുക്കപ്പം ഡോക്ടറെ ഇങ്ങോട്ട് വീഡിയോ നോക്ക്. രമണി ഹായ് പറ. മത്സര ഹലോ ഹായ്. അല്ല റമാനിക്കുണ്ട് റൂമിന്റെ മധുണ്ട്, താത്ത്, ആ സാലിയുണ്ട്, എല്ലാവരും ഉണ്ട്. നാദുല പാസിലാണ്. ഫോട്ടോ ഇത്തവണ സ്നോ കൂടുതലായത് കാരണം ആ ചൈനയുടെ ഏരിയയിലേക്കൊന്നും ഞാൻ പോയില്ല. ഞങ്ങളെ കൂടെയുള്ള കുറേ പേര് പോയി. അങ്ങോട്ട് കയറുന്ന സ്റ്റെപ്സ് എല്ലാം ഐസ് മൂടി കിടക്കണം. അപ്പോൾ വലിഞ്ഞ് കയറിയിട്ട് വേണം പോകാനായിട്ട്. പക്ഷേ കുറേ ആളുകൾ റിസ്ക് എടുത്ത് ആ ഐസിൽ കൂടെ മുകളിലോട്ട് വലിഞ്ഞ് കയറി ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. അതിൽ വിസിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എൻ്റെ കഴിഞ്ഞ സിക്കിം എപ്പിസോഡിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാദുല പാസിൽ എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. കാരണം അതിൻ്റെ പിറ്റേന്നും തലേന്നൊക്കെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. സ്നോ അധികമാകുമ്പം ഇങ്ങോട്ട് കടത്തി വിടില്ല. ഞങ്ങൾക്ക് നല്ല കാഴ്ചയെ കിട്ടി. ഈ ചൈന ബോർഡർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ എന്തായാലും നല്ലൊരു എന്തോ ഭാഗ്യം എന്ന് വേണം പറയാൻ. നല്ല രീതിയിൽ തന്നെ ഈ റൂട്ടിൽ എല്ലാ സ്ഥലവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ലേക്കൊക്കെ ഫ്രോസൺ ലേക്ക് ഇതാണ് ചാങ്കു ലേക്ക്. പോയി ഫോട്ടോ എടുത്തോളി. സാങ്കോ എന്നാണ് എഴുതുക, പക്ഷേ ചാങ്കു ലേക്ക് എന്നാണ് ലോക്കൽസ് പറയുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണ്. ഇവിടെ യാക്കിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക, യാക്ക് സഫാരി നടത്തുക. മുകളിലൊരു റോപ്പ് വേ ഉണ്ട്. മിക്കവാറും സമയത്ത് ഈ ലേക്ക് ഫ്രോസൺ ആയിരിക്കും വിൻ്റർ സമയത്തൊക്കെ. നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഉയരം കൂടുന്തോറും സ്വാദും കൂടും. 14,000 അടി ഉയരത്തുന്ന ഒരു ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ് ഫുഡ് വ്ളോഗർ കബീർച്ചനോടൊപ്പം.
ഞങ്ങളവിടെ 50 രൂപയുടെ ബിരിയാണി ഇതിനാട്ടിയും കൊണ്ടിട്ടുണ്ട്. 150 രൂപ കൊടുക്കണം. ഉയരം കൂടുതോറും സ്വാദ് മാത്രമല്ല പൈസയും കൂടും. തിരിച്ച് ഗാങ്ടോക്കിലേക്ക് മടങ്ങി. പിറ്റേ ദിവസമായിരുന്നു നോർത്ത് സിക്കിം യാത്ര. സിക്കിമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയുള്ള സ്ഥലമാണ് നോർത്ത് സിക്കിം. ആ യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.